അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു പഴഞ്ചൊല്ല്, രണ്ട് പഴഞ്ചൊല്ലുണ്ട്. അതിൽ ഒന്നാമത്തെ പഴഞ്ചൊല്ലാണ് എന്ത്? കിട്ടാത്ത മുന്തിരി പുളിക്കും അല്ലേ? അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കഥ, ആ കഥ നമുക്ക് കേൾക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? പറയണം. അപ്പോൾ അല്പസമയത്തിനുള്ളിൽ ആ കഥയും അതുപോലെ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ക്ലാസ് ഏതായാലും നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ നമ്മളെ ക്ലാസ് എന്ന് പറയണത് അങ്കൂർ കട്ടേ ഹൈ അല്ലേ? കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നുള്ള പറഞ്ഞല്ലോ. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കഥ നിങ്ങൾ കേട്ടു നോക്കൂ. ഈ കഥയാണ് കഥ. ആദ്യം കഥയിലൂടെ നമുക്ക് തുടങ്ങാം. किसी जंगल में एक लोमड़ी रहती थी। एक दिन खाने की तलाश में घूमते घूमते वो एक ऐसी जगह पहुंची जहां अंगूरों से भरी एक बेल लटक रही थी। लोमड़ी बहुत खुश हुई। वो सुबह से भूखी थी और हरे हरे रसीले अंगूर देखकर इसके मुंह में पानी भर आया। अंगूर तोड़ने के लिए लोमड़ी ने उछल उछल कर खूब कोशिश की, लेकिन अंगूर इसकी पहुंच से बहुत दूर थे। അപ്പോൾ ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? എന്ന് പറഞ്ഞാൽ അങ്കൂർ കണ്ടു, നല്ല പച്ച മുന്തിരി കണ്ടപ്പോൾ അതിക്ക് ചാടാൻ നോക്കി, ചാടിയിട്ട് എത്രയായിട്ടും എത്തണില്ല എന്നുള്ള വിഷയം പറഞ്ഞു അല്ലേ? ഇനി ശേഷം എന്താ ഉണ്ടാവുന്നത് എന്നുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട്, നമ്മൾ ക്ലാസ്സിൻ്റെ കുറച്ച് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ വാക്കിടുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ ക്ലാസ് നമുക്ക് തുടങ്ങാം. ക്ലാസ് നമുക്ക് തുടങ്ങാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ തുടക്കം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ചെറിയ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് സംഭവം എന്നുള്ളത്. എന്നെല്ലാവരും ശ്രദ്ധിച്ചോളി കേട്ടോ. അങ്കൂർ കട്ടേ ഹൈ എന്നുള്ളതിൻ്റെ 2-3 വരി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ? ആ കഥയാണ് ഇനി പറയുന്നത്. ഏക് ദിൻ ഒരു ദിവസം ഏക് ലോമഡി ഒരു കുറുക്കൻ അപ്പിനെ ഗദാക്കി തലാശ് മേ തൻ്റെ ഭക്ഷണത്തെ അന്വേഷിച്ചുകൊണ്ട്, തലാശ് മേ പറഞ്ഞാൽ അന്വേഷണത്തിൽ ആയിട്ട് എന്നർത്ഥം. തലാശ് കർണ പറഞ്ഞാൽ അന്വേഷിക്കുക, ഗദാർന്ന അറിയില്ല ഭക്ഷണം. അപ്പോൾ ഗദാക്കി തലാശ് മേ ഭക്ഷണത്തിൻ്റെ അന്വേഷണത്തിൽ. തലാശ് കണ്ടങ്ങളെ അന്വേഷണം, തലാശ് പറഞ്ഞാൽ അന്വേഷണം. കണ്ടോ? അർത്ഥം ആവശ്യമുള്ളവരൊക്കെ എഴുതിക്കോളി. തലാശ് പറഞ്ഞാൽ അന്വേഷണം. അപ്പോൾ ഏതായാലും ഭക്ഷണത്തിൻ്റെ അന്വേഷണത്തിലായിട്ട് ബാക്കി വായിക്കി. നിക്കലി പുറപ്പെട്ടു. നിക്കലി പറഞ്ഞാൽ പുറപ്പെട്ടു. ഹറജ, അറബിയിൽ ഹറജ അല്ലെങ്കിൽ സെറ്റ് ഔട്ട്, പുറപ്പെട്ടു അല്ലേ? സെറ്റ് ഔട്ട് എന്നൊക്കെ പറയില്ലേ ഇംഗ്ലീഷിൽ? പുറപ്പെട്ടു. അപ്പോൾ ഭക്ഷണം അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യാണ്? ഒരു കുറുക്കൻ ഒരു ദിവസം അങ്ങനെ പുറപ്പെട്ടു. മനസ്സിലായോ? സാരാദിൻ ദിവസം മുഴുവനും ഗൂംതി പിർത്തി രഹി ചുറ്റി സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. സാരാദിൻ ദിവസം മുഴുവനും, മനസ്സിലായോ? വോൾ ഓഫ് ദി ഡേ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു ദിവസം മുഴുവനും, ദി വോൾ ഡേ എന്നോ ദി വോൾ ഓഫ് ദി ഡേ എന്നോ ഒക്കെ പറയാം. ഗൂംന പിർണ എന്ന് പറഞ്ഞ പ്രയോഗമാണ്. ഗൂംന പിർണ പറഞ്ഞാൽ ചുറ്റി സഞ്ചരിക്കുക, കറങ്ങുക, സർക്കിട്ട് അടിച്ചാന്നൊക്കെ നമ്മൾ പറയില്ലേ? ഗൂംന പിർണ പറഞ്ഞാൽ ചുറ്റി സഞ്ചരിക്കുക. കണ്ടു നിങ്ങൾ? ഗൂംന പിർണ ചുറ്റി സഞ്ചരിക്കുക. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്? ഗൂംതി പിർത്തി രഹി പറഞ്ഞ എന്താ ഇപ്പോൾ അർത്ഥം? ചുറ്റി സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. ചുറ്റി സഞ്ചരിച്ചു കൊണ്ടേ ഇരുന്നു. മനസ്സിലായോ? പക്ഷേ കാനയ്ക്ക് കുച്ചിനമില, തിന്നാനും ഒന്നും ലഭിച്ചില്ല. കാനേക്കോ തിന്നാൻ കുച്ചിനമില ഒന്നും ലഭിച്ചില്ല. ഉസ് തലാശ് മേ
ആ ഒരു അന്വേഷണത്തിലായിട്ട് ഉസ് തലാശ് മേ ആ ഒരു അന്വേഷണത്തിലായിട്ട് വോ ഏക ബാഗ് മേ പഹുഞ്ച് ഗയേ ആ കുറുക്കൻ ഒരു തോട്ടത്തിൽ പഹുഞ്ച് ഗയി എത്തി. ബാഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, തോട്ടം. ബാഗ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തോട്ടം. മനസ്സിലായോ? ബാഗ് പറഞ്ഞ തോട്ടം. എല്ലാവരും അർത്ഥങ്ങളൊക്കെ എഴുതണില്ലേ? അങ്ങനെ ഏതായാലും ഒരു തോട്ടത്തിലെത്തി. പൗഞ്ച് കയറിന് എത്തി. വഹാ അങ്കൂർ കി ബേൽത്തി. വഹ എന്ന് പറഞ്ഞ അവിടെ. വഹ എന്ന് പറഞ്ഞ അവിടെ. യഹാം എന്ന് പറഞ്ഞാൽ ഇവിടെ. കഹാം എന്ന് പറഞ്ഞാലോ എവിടെ. വഹ എന്ന് പറഞ്ഞ ഹുനാക്ക അവിടെ. ഹുനാക്കാന്നോ ഹുനാലിക്കാന്നോ അല്ലേ? യഹ എന്ന് പറഞ്ഞാല് ഇവിടെ. ഹുന അറബിയിൽ ഹുന അറിയില്ലേ ഇവിടെ എന്നുള്ളതിന്? യഹ എന്ന് പറയട്ടോ, യഹാം. പിന്നെ കഹ എന്ന് പറഞ്ഞാൽ എവിടെ. ഐന എന്ന് പറയില്ല നമ്മൾ അറബിയില്. കഹ എന്ന് പറഞ്ഞാൽ എവിടെ. അപ്പൊ ഇവിടെ നമുക്ക് എന്താ ഉദ്ദേശിക്കണേ? വഹ എന്ന് പറഞ്ഞാൽ അവിടെ. ഹുനാലിക്ക അല്ലെങ്കിൽ ഹുനാക്ക, വഹ അവിടെ. അങ്കൂർ കി ബേൽത്തി. മുന്തിരിയുടെ വള്ളി ഉണ്ടായിരുന്നു. ബേല് എന്ന് പറഞ്ഞാല് വള്ളി. ബേല് പറഞ്ഞാൽ വള്ളി. ബേൽത്തി വള്ളി ഉണ്ടായിരുന്നു. എന്താ വായിക്കുക? ബേൽ. മനസ്സിലായോ? അങ്കൂർ കി റസ്ദാർ ഖുശ് ലടക് രഹേ തെ. വായിക്കണേ, ശ്രദ്ധിക്ക. അങ്കൂർ കെ റസ്ദാർ ഖുശ്. എന്താ വായിക്ക? ഖുശ്. എല്ലാരും ഒപ്പം പറയും. അങ്ങനെ തന്നെ. ഒന്നും കൂടി പറയും. അങ്ങനെ. ഖുശ്. എന്ത്? ഖുശ്. അപ്പോൾ അങ്കൂർക്ക് ഈ മുന്തിരിയുടെ റസ്ദാർ. റസ്ദാർ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. പഴ സത്തുള്ള എന്ന് അർത്ഥമുണ്ട്, ജ്യൂസ് പോലെയുള്ള എന്ന് അർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ പഴത്തിൻ്റെ സത്ത് എന്ന പഴത്തിൻ്റെ എല്ലാം അടങ്ങിയിട്ടുള്ള സാധനം ഉണ്ടല്ലോ. ഈ ജ്യൂസ് പറഞ്ഞപ്പോൾ അതിൻ്റെ എല്ലാം അടങ്ങിയുള്ള സാധനമാണല്ലോ ജ്യൂസ്, അല്ലേ? അൽഹംദുലില്ലാഹ്. ഇർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞാണ് എല്ലാവരും. അൽഹംദുലില്ലാഹ്. യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും. യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും എന്ന് പറയുമ്പോൾ എന്താ പറയാ? എന്നിട്ട് നിങ്ങൾ പറയാത്ത? ആമീൻ പറയും. ആമീൻ. അയ്യോ, നല്ല കുട്ടികൾ, മാഷാ അല്ലാഹ്. അപ്പോൾ റസ്ദാറിന പയസത്തുള്ള അല്ലെങ്കിൽ ജ്യൂസ് രൂപത്തിലുള്ള അതിൻ്റെ കാമ്പുള്ള അങ്കൂർക്ക് റസ്ദാർ, നല്ല പയസത്തുള്ള. ഹൂഷെ ലഡക്ക് രഹേത്തെ. ഹൂഷെ എന്ന് പറഞ്ഞാൽ കുലകള്. കണ്ടോ? ഹൂഷെ കുലകൾ. ലഡക്ക് രഹേത്തെ തൂങ്ങിക്കിടക്കുകയായിരുന്നു. ലഡക്ക് രഹ എന്ന് പറഞ്ഞാൽ തൂങ്ങിക്കിടക്കുക. ഹൂഷെ എന്ന് പറഞ്ഞാൽ കുലകൾ. അപ്പോൾ ഹൂഷെ ലഡക്ക് രഹ എന്ന് പറഞ്ഞാൽ കുലകൾ തൂങ്ങിക്കിടക്കുകയായിരുന്നു. മനസ്സിലായോ? മനസ്സിലാണില്ലേ? അപ്പം നടക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ഏതായാലും ഭാഗ്യത്തിന് ഒരു തോട്ടത്തിലെത്തിയപ്പോൾ അവിടെ നിന്നിട്ട് മുന്തിരിൻ്റെ കൊലകളുണ്ട്. അതിന് നല്ല പഴയ സത്തുള്ള അടിപൊളി സാധനമാണ്. അതിൻ്റെ ആ കൊലകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. ലോംഡിക്കെ മുഹമ്മേ പാനി പറയായ. നമ്മുടെ കുറുക്കൻ്റെ വായയിൽ വെള്ളം നിറഞ്ഞു വന്നു. പാനി വെള്ളം പറയായ നിറഞ്ഞു വന്നു എന്ന് പറഞ്ഞാൽ തിന്നാൻ കൊതിയായി, കഴിക്കാൻ കൊതിയായി, ഭക്ഷിക്കാൻ കൊതിയായി. എങ്ങനെയെങ്കിലും ദാഹം അകറ്റാനും ഭക്ഷണം തിന്നുകൊണ്ട് ക്ഷീണം അകറ്റാനുമുള്ള വല്ലാത്ത ആഗ്രഹവും അടങ്ങാത്ത അഭിനിവേശവും ഉണ്ടായി. ഊപ്പർ കോ മുഹ് ഉടാക്കർ വഹാം ബൈഠ് ഗയേ. ഊപ്പർ കോ മുകളിലേക്ക്, മുഹ് ഉടാക്കർ വായ ഉയർത്തിയിട്ട് അല്ലെങ്കിൽ മുഖം ഉയർത്തിയിട്ട്, മുഖവും വായയും ഉയർത്തിയിട്ട്, ഉടാക്കർ ഉയർത്തിയിട്ട്, വഹാം ബൈഠ് ഗയേ അവിടെ തന്നെ ഇരുന്നു. എന്നിട്ട് കണ്ടപ്പോൾ അങ്ങ് നോക്കിയിരുന്ന് കുറച്ചങ്ങ് ഉയർന്നിട്ട് പിന്നെ അവിടെ തന്നെ ഇരുന്നു. മനസ്സിലായോ? അപ്പൊ ചാടാൻ നോക്കിയിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇനി ചാട്ടം. അപ്പൊ പറയും ഉസ്നെ സോച്ച. നമ്മുടെ ലോം പിടി ചിന്തിക്കുകയാണ്. ചിന്തിച്ചോ. സോച്ച പറഞ്ഞാൽ ചിന്തിച്ചോ. നമ്മുടെ ലോം പിടി ചിന്തിച്ചോ. ഏ അങ്കോറ ഈ മുന്തിരി. ഏ അങ്കോറത്തോ മഹീനോ കേലിയെ കാഫി ഹേ. മാസങ്ങളോളം മതിയായതാണ് ഈ അങ്കൂറ്. ഈ മുന്തിരിക്കൊല്ലം കിട്ടിയാലുണ്ടല്ലോ മാസങ്ങളോളം നമുക്ക് തിന്നാം എന്ന് നമ്മുടെ കുറുക്കൻ ചിന്തിച്ചോ.
മഹീന എന്ന് പറഞ്ഞാൽ മാസം, അതിന് ജമ്മാണ് മഹീനോ, മാസങ്ങൾ. മൺസ്, മൺത്ത് പറയുമ്പോൾ മാസം, മൺസ് എസും കൂടി വരുമ്പോൾ മാസങ്ങൾ അല്ലേ. മഹീനോ മൺസ്, മാസങ്ങൾ. ഒരുപാട് മാസങ്ങൾക്ക് ഇത് മതിയായതാണ്. ഇത് തിന്നാലോ എന്ന് ചിന്തിച്ചോ, കിട്ടിയാലും അടിപൊളിയായി കുശാലായി തിന്നാം. ആസ്പാസ് ദേക്ക് കർ, ആസ്പാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റും എന്നർത്ഥം. കണ്ടോ, ആസ്പാസ്, ആസ്പാസ് ചുറ്റും. ആസ്പാസ് ദേക്ക് കർ, ചുറ്റും നോക്കിയിട്ട്. ഹലോ, ദേക്കിലാറ നോക്കാം. ചുറ്റും നോക്കിയിട്ട്. വോ അങ്കൂർ കെ ഏക്ക് ഹൂഷേ കി ത്വറഫ് ഉച്ചലി, ഒരു മുന്തിരിയുടെ ഒരു കുലയുടെ നേരെ ചാടി. ഉച്ചലി പറഞ്ഞാൽ ചാടി, ഉച്ചൽന എന്നൊക്കെ പറഞ്ഞാൽ ചാടുക. ഉച്ചൽന ചാടുക. കണ്ടങ്ങള്, ഉച്ചൽന ചാടുക. കണ്ടോ? അപ്പോൾ ഒരു വലിയ മുന്തിരിക്കോലയുടെ നേരെ ചാടി. മഗർ പക്ഷേ പഹുഞ്ച് സക്കി, അതുവരെ എത്താൻ കഴിഞ്ഞില്ല. അതിൻ്റെ അടുത്തേക്കെത്തും, പക്ഷെ മുന്തിരി മക്ക് തൊടാൻ കഴിയണ്ടേ സാധുവിനെ, കുറച്ച് മുകളിലാണ് ഉള്ളേ. ഉസ്തക്കിന പഹുഞ്ച് സക്കി, ആ മുന്തിരി വരെ. തെക്ക് എന്ന് പറഞ്ഞാൽ അറിയോ, വരെ, ഹെത്ത എന്ന് പറയില്ലേ നമ്മൾ അറബിയിൽ, അതാണ് തെക്ക്. അപ്പോൾ ഉസ്തക്കിന പഹുഞ്ച് സക്കി, അതുവരെ എത്താൻ സാധിച്ചില്ല. മനസ്സിലായോ? കഹിനേലകി, പറയാൻ തുടങ്ങി. കഹിനേലകി, പറയാൻ തുടങ്ങി. ഉംദാ ചീസ് ആസാനി സെ ഹാത്ത് കഹാ ആതി ഹെ. ഉംദാ ചീസ്, നല്ല നല്ല വസ്തുക്കൾ, ഗുണമേന്മയുള്ള വസ്തുക്കൾ. ഉംദ പറഞ്ഞാൽ നല്ല വസ്തുക്കൾക്കാണ് എന്താ പറയുക, നല്ല എന്നുള്ള അർത്ഥം, അച്ച എന്നുള്ള അർത്ഥം കിട്ടാനാണ് എന്ത് ഉംദ എന്ന് പറയാം. അച്ച പറഞ്ഞാൽ അമ്മ എന്ന് പറയരുത് കേട്ടോ, ഇത് അച്ചയാണ്, അച്ഛനല്ല, അച്ച, നല്ല. അപ്പോൾ ഉംദ പറഞ്ഞാൽ നല്ല, അച്ച എന്ന് പറയും ഉറുദുവിൽ, നല്ല, ഗുഡ് അല്ലേ. നല്ല വസ്തുക്കൾ, അല്ലെങ്കിൽ വെരി പ്രീഷ്യസ് എന്നൊക്കെ പറയുന്ന വിലപിടിപ്പുള്ള അമൂല്യമായ പ്രീഷ്യസ് ആയിട്ടുള്ള ചീസ്, വസ്തുക്കൾ. ആസാനീസെ, ആസാനീസ് പറഞ്ഞാൽ വളരെ പെട്ടെന്ന്, ഈസിലി, പെട്ടെന്ന്. ആസാനീസെ, പെട്ടെന്ന്. ഹാത്ത് കഹാ ആതി ഹെ, കയ്യിൽ എങ്ങനെയാണ് വരിക എന്താ പറയുക. നല്ല വിലപിടിപ്പുള്ള നല്ല സാധനങ്ങളൊക്കെ പെട്ടെന്ന് കയ്യിൽ വരിക എന്നുള്ളത് എങ്ങനെ ഉണ്ടാവില്ല. നല്ല സാധനങ്ങളെ കയ്യിലെത്താൻ കുറച്ച് പണിയല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കോ, നമ്മുടെ കടല്, ഈ കടലിൽ നിന്ന് ഓരോ സാധനങ്ങൾ പെറുക്കിയെടുക്കണം അല്ലേ. പക്ഷെ എത്ര പ്രയാസം, ത്യാഗമുണ്ട്. നല്ല നല്ല മുത്തുകളെ കടലിൻ്റെ ഉള്ളിലല്ലേ. വലിയ വിലപിടിപ്പുള്ള സാധനം ഇല്ലടാ എന്ന് നിങ്ങൾ അത്ഭുതപ്പെട്ട് നോക്കണം ഇല്ലേ. ആ, നിങ്ങൾ എന്നെ സമ്മതിക്കുന്നുണ്ട് എന്നല്ലേ, അതെന്നെ പറഞ്ഞ്. അപ്പോൾ അതിന് വല്ല പ്രയാസം ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ എന്ത് ചെയ്തു പറയാൻ തുടങ്ങിയാൽ നമ്മൾ ലോംഡി കിട്ടാത്തോണ്ടേ ഇങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ചും ഇങ്ങനെ പറയാണ്. തോടി ദർബാദ്, കുറച്ച് സമയങ്ങൾക്കു ശേഷം. നമ്മൾ ആസാനീസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, എളുപ്പം എന്നുള്ള അർത്ഥത്തിലാട്ടോ. തോടി ദർബാദ്, കുറച്ച് സമയത്തിന് ശേഷം. ഉസ്നെ റുഖ് ബദൽക്കർ, ഈ ലോമിടി റുഖ് ബദൽക്കർ, റുഖ് ബദൽന എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ട്, മുഖം തിരിക്കുക. റുഖ് ബദൽക്കർന, മുഖം തിരിക്കുക. കണ്ടോ, റുഖ് ബദൽക്കർന, മുഖം തിരിക്കുക. മനസ്സിലായല്ലോ. റുഖ് ബദൽക്കർ, മുഖം തിരിച്ചുകൊണ്ട്, മുഖം തിരിച്ചിട്ട്. ഫിർ, വീണ്ടും. ചലാങ്ക് ലഗായി, കുതിച്ചുചാട്ടം നടത്തി. ചലാങ്ക് പറഞ്ഞാൽ കുതിച്ചുചാട്ടം. കണ്ടോ, ചലാങ്ക്, കുതിച്ചുചാട്ടം. ചലാങ്ക് ലഗായി, കുതിച്ചുചാട്ടം നടത്തി. മഗർ പക്ഷേ മുഹ്മേ ഏക്ക് ബി അങ്കൂർ നഹിയായ, വായയിൽ ഒരു അങ്കൂർ പോലും, ഒരു മുന്തിരി പോലും വന്നില്ല. വായക്ക് തൊള്ളിക്ക് തിന്നാനും ഒരു മുന്തിരിയും കിട്ടിയില്ല. റിസ്ക് എടുത്തു. മനസ്സിലായോ? ഉസ്നെ സോച്ച, അയാൾ ചിന്തിച്ചോ. എന്താണ് അയാൾ ചിന്തിക്കുന്നത്? ഹിമ്മത്ത് നഹി ഹാർനി ചാഹിയേ, നമ്മുടെ മനക്കരുത്ത് ഒരിക്കലും പരാജയപ്പെടരുത്. നമുക്കുള്ള മനക്കരുത്ത്, മനോദാർഢ്യം, അത് നഹി ഹാർനി ചാഹിയേ, ഒരിക്കലും പരാജയപ്പെടരുത്. മനസ്സിലായോ? ഹാർന പറഞ്ഞാൽ പരാജയപ്പെടുക. നമ്മുടെ മനക്കരുത്ത് ഒരിക്കലും പരാജയപ്പെടരുത് എന്ന് ചിന്തിച്ചോ. ഫിർ ഉസ്നെ അപ്നി ജിസ്മെ ഫുർത്തി പൈതാക്കി, പിന്നീട് ഉസ്നെ, ആര്, നമ്മുടെ ലോംഡി, അപ്നെ ജിസ്മെ, തൻ്റെ ശരീരത്തിൽ ഫുർത്തി പൈതാക്കി. എന്താ വായിക്ക? ഫുർത്തി ട്ടോ.
പാവും ഹാവും വരുമ്പോൾ ഫാ എന്നാണ് ഉച്ചരിക്കല്. നമ്മളെ ഫ അല്ലേ ഫ. ഫലിതം എന്ന തമാശ എന്നുള്ളതിന് ഫലിതം എന്ന് പറയില്ലേ, ആ ഫ. അപ്പൊ ഫുർത്തി പൈതാക്കി, ഉന്മേഷം ഉണ്ടാക്കി. ഫുർത്തി പറഞ്ഞാൽ ഉന്മേഷം കേട്ടോ. ഫുർത്തി പൈതാക്കി, ഉന്മേഷം ഉണ്ടാക്കി. ഓർ ലഗാതാർ തുടർച്ചയായി. ഓർ ലഗാതാർ തുടർച്ചയായി. ലഗാതാർ കണ്ടങ്ങള്. ലഗാതാർ തുടർച്ചയായിട്ട്. കൈ ചലാങ്കെ ലഗായി, ഒരുപാട് കുതിച്ചുചാട്ടങ്ങൾ നടത്തി. കൈ ചലാങ്കെ ലഗായി, ഒരുപാട് കുതിച്ചുചാട്ടങ്ങൾ നടത്തി. മഗർ പക്ഷേ അങ്കൂറോ തക് ന പഹുഞ്ച് സക്കി, നേരത്തെ പറഞ്ഞതുപോലെ മുന്തിരിയുടെ അടുത്ത് പോലും എത്താൻ സാധിച്ചില്ല. മുന്തിരിന്റെ അടുത്തേക്കെത്തും, പക്ഷെ മുന്തിരി ചാടി ചാടി അവിടെ ഏകദേശം എത്തുള്ളൂ, മുന്തിരി കിട്ടൂല. ഓർ ബുരീത്വറായ തെക്ക് കൈ, വളരെ മോശമായ രീതിയിൽ തെക്ക് കൈ ക്ഷീണിച്ചു പോയി. തെക്ക് കൈ എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ചു പോയി. അർത്ഥം ചെയ്തിട്ടുണ്ടെങ്കിൽ ആഖിർക്കാർ അവസാനമായി. ഇനി എന്താ സംഭവിക്കണം നോക്കിട്ടോ. ആഖിർക്കാർ അവസാനമായി. ആഖിർക്കാർ എന്ന് അർത്ഥം എഴുതിക്കോളി, അവസാനമായി. നിഡാൽ ഹോക്കർ. നിഡാൽ ഹോക്കർ എന്നാൽ ക്ഷീണിച്ചുകൊണ്ട്. നിഡാൽ ഹോന പറഞ്ഞാൽ ക്ഷീണിക്കുക. അപ്പൊ നിഡാൽ ഹോക്കർ ക്ഷീണിച്ചുകൊണ്ട്. ബാഹസെ ബാഹർ ജാനെ ലഗി, നമ്മുടെ തോട്ടത്തിൽ നിന്നും ബാഹർ ജാനെ ലഗി, പുറത്തേക്ക് പോകാൻ തുടങ്ങി. തോട്ടത്തിൽ നിന്നും പുറത്തേക്ക് പോകാൻ തുടങ്ങി ക്ഷീണിച്ച്. ജാത്തെ ജാത്തെ പോകുന്നതിനിടയിൽ പോയി ഉസ്നെ അങ്കൂറോക്ക മുടുക്കർ ദേക്ക, അദ്ദേഹം ഈ മുന്തിരികളെ ഒന്നെന്ത് ചെയ്തോ, മുഖം തിരിഞ്ഞു നോക്കി. മുഖം തിരിയല്ല, തിരിഞ്ഞു നോക്കി. മുടുക്കർ ദേക്കിന പറഞ്ഞാൽ തിരിഞ്ഞു നോക്കുക. അർത്ഥം ചെയ്തിട്ടുണ്ടോ? മുടുക്കർ ദേക്കിന തിരിഞ്ഞു നോക്കുക. അപ്പൊ മുടുക്കർ ദേക്കി, മുന്തിരികളെ തിരിഞ്ഞു നോക്കി. ഇത്തിനി ധർമ്മ ഏക്ക് ദൂസരി ലോമഡി, ഈ ഒരു സമയത്തിനുള്ളിൽ ഒരു ലോമഡി വന്നു, വേറൊരു ലോമഡി വന്നു കേട്ടോ. ഇതിന് ധർമ്മ ഇതിനിടയിൽ, ഈ ഒരു സമയത്തിനിടയിൽ, ദേർ പറഞ്ഞ സമയം, വേറെ ലോമഡി വന്നു. എന്നിട്ട് ഓർ കഹിനെ ലഗി പറയാൻ തുടങ്ങി. എന്താ പറയാൻ തുടങ്ങുന്നത്? ബഹൻ ബഹൻ ക്യൂ ചൽതേ, എന്താ നടക്കണേ? ക്യൂ ചൽതേ, എന്താ നടക്കണേ? അങ്കൂർ നെയ്മിലെ, മുന്തിരി കിട്ടിയില്ലേ? മുന്തിരി കിട്ടിയില്ലേ? എന്താ തിരിഞ്ഞു നടക്കണേ? അപ്പൊ ലോമഡി നമ്മുടെ കുറുക്കൻ പറഞ്ഞു, എന്താ പറയുന്നത്? നെഹേ, ഇല്ല, കിട്ടിയിട്ടില്ല. അങ്കൂർത്തോ ബൗത്ത് ഹൈ, മുന്തിരിയൊക്കെ ഒരുപാടുണ്ട്, പക്ഷെ എന്താണ്? ലേക്കിൻ കട്ടേ ഹൈ, എല്ലാം പുളിയുള്ളതാണ്. മുന്തിരി ഒരുപാടുണ്ട്, പക്ഷെ എന്ത് പറഞ്ഞിട്ട് എന്താ കാട്ടണ? മുന്തിരിയൊക്കെ എന്താണ്? മുന്തിരിയൊക്കെ പുളിയുള്ളതാണ് എന്ന് പറഞ്ഞു എന്നാണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായത്, കിട്ടാത്ത മുന്തിരി പുളിക്കും നമ്മൾ പറയില്ലേ എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം ചെയ്തതിന് ശേഷം ഒരുപാട് ശ്രമിച്ചതിന് ശേഷം കിട്ടൂല, അപ്പൊ പറയണ പരിപാടിയാണ്. നമ്മൾ ഇന്ന് ബാക്കി കേൾക്കാം. നമ്മൾ നേരത്തെ കുറച്ച് കേട്ടീനല്ലോ, അതിന്റെ ബാക്കി കേൾക്കട്ടോ. कोशिश की, लेकिन अंगूर इसकी पहुंच से बहुत दूर थे। करीब ही एक उल्लू बैठा लोमड़ी की इन नाकाम कोशिशों को देख रहा था। जब लोमड़ी ने थक कर हार मान ली, तो उल्लू ने हंसते हुए कहा, क्यों भी लोमड़ी, क्या थक गई? तुम जितनी कोशिश कर लो इन अंगूरों तक नहीं पहुंच सकती। लोमड़ी जानती थी कि उल्लू ठीक है പരിശ്രമിച്ചിട്ട് കിട്ടണില്ല, മുന്തിരി കിട്ടണില്ല എന്നുള്ള വിഷയമില്ല, അതാണ് ഈ പറയുന്നുട്ടോ. रहा है, लेकिन शर्मिंदगी से बचने के लिए इसने कहा, मुझे लगता है कि ये अंगूर खट्टे हैं, इसलिए मैं इन्हें नहीं तोड़ रही। जब ये पक जाएंगे तो मैं तोड़कर खा लूंगी। लोमड़ी का ये बहाना सुनकर उल्लू मुस्कुराने लगा, मगर खामोश रहा और लोमड़ी अपना सर झुकाकर अपने घर ഉല്ലു പറഞ്ഞാലും മൂങ്ങ, ഇത് വേറെ രീതിയിലുള്ള കഥയാണ്. സംഭവമൊക്കെ ഒന്ന് തന്നെയാണ്. മൂങ്ങ അതിനോട് പറഞ്ഞു എന്നുള്ളതാണ്. की तरफ चल पड़ी। बच्चों, इस कहानी से हमें ये सबक मिलता है कि अगर हम कोशिश के बावजूद किसी चीज को हासिल ना कर सकें, तो हमें बहाना बनाने के बजाय अपनी नाकामी को मान लेना चाहिए और कामयाबी को हासिल करने के लिए अपनी कोशिशों को बेहतर बनाना चाहिए। അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, अगर हम बहाना बनाए ഷോർട്ട് ചെയ്തിട്ട് ഇൻഷാല്ല വരും കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മലയാളം ഇതാണ് കേട്ടോ, അർത്ഥം ഇതാണ് ഇൻഷാല്ല. ഓക്കെ.